നാളുകൾ കഴിഞ്ഞു. ഗുരു ശ്രീ വിദ്യാധിരാജ തിരുവടികൾ വിശ്രമിച്ചിരുന്ന നായർ ഭവനത്തിൽ എത്തിച്ചേർന്നു. ശുഭാനന്ദ ഗുരുവിനെ കണ്ടിട്ട് ആ മഹായോഗി ചാടി എഴുന്നേറ്റു. ശുഭാനന്ദ ഗുരുവിനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ വിദ്യാധിരാജ സ്വാമികളോട് താൻ ആരാണെന്നും തൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താണെന്നും ആത്മബോധോദയ സംഘത്തെപ്പറ്റിയും അതിൻ്റെ വഴി പോലെ മുഖതാവിൽ ഉണർത്തിക്കുകയുണ്ടായി. വിദ്യാധിരാജ തിരുവടികൾ അത്യന്തം ആഹ്ലാദചിത്തനായിക്കൊണ്ട് ശ്രീ ശുഭാനന്ദ ഗുരുദേവനോട് ഇപ്രകാരം അറിയിച്ചു: അല്ലയോ ശുഭാനന്ദ, അങ്ങ് സർവസമ്മതനും സകല ജീവികൾക്കും ജീവജാലങ്ങൾക്കും മംഗളമരുളുന്നവനും അന്ത്യജ്ഞൻ മുതൽ ആഠ്യൻ വരെയുള്ള സകല ജന്മങ്ങൾക്കും അനുഗ്രഹം നൽകുവാൻ കഴിവുള്ളവനുമല്ലേ. അതുകൊണ്ട് സകലരും സമഭാവത്തിൽ വർത്തിക്കാൻ ഉചിതമായ സാഹചര്യം സൃഷ്ടിക്കുവാൻ ശുഭാനന്ദ സ്വാമിക്ക് കഴിയട്ടെ. യാത്ര പറഞ്ഞ് ഇരുവരും പിരിഞ്ഞു.